ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത നേതാവ്. മതേതര ചേരിക്കകത്ത് നുഴഞ്ഞു കയറാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം. നമ്മുടെ അടുക്കളയിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആശയം സമൂഹത്തിലാകെ കടത്തിവിടുകയാണ്. ഇത് നാടിനാപത്താണെന്നും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം ഉപേക്ഷിച്ചു എന്ന വാദം വിശ്വസനീയമല്ലെന്നും SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി സ്വന്തം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനത്തിനു കീഴിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കകത്തു രംഗത്ത് വരികയും മത്സരങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൗതുകരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മുന്നണികൾക്കിടയിലേക്ക് ചേക്കേറി എങ്ങനെയാണ് മതേതര ചേരിക്കകത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നത് വലിയ ഒരു പരിശ്രമമായി അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് പുതിയ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപക നേതാവ് അബ്ദുൽ അല മൗദൂദി സിദ്ധാന്തിച്ചിട്ടുള്ള മതരാഷ്ട്ര സിദ്ധാന്തം, ആ മതരാഷ്ട്ര സിദ്ധാന്തത്തിനകത്തു നിന്നുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവർ പ്രവർത്തിച്ചത്. അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ സ്ഥാപക നായകൻ അബ്ദുൽ അലയെ തള്ളിക്കളയാനോ, അദ്ദേഹം രചിച്ചു വെച്ചിട്ടുള്ള ധാരാളം കൃതികളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ വിവർത്തനങ്ങൾ ഉൾപ്പെടെ IPH പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്നും IPHന്റെ പുസ്തകശാലകളിൽ നമുക്ക് കാണാൻ കഴിയും. അതെടുത്തു മാറ്റാനോ അതിൽ നിന്ന് പുറകോട്ട് പോകാനോ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി സിദ്ധാന്തിക്കുന്ന മതരാഷ്ട്രവാദമല്ല അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയറിൻ്റേത് എന്ന് പറയാൻ ഇവിടെ കഴിയുക? തീർച്ചയായും PV കുട്ടൻ വിവരങ്ങളുമായി ചേരുകയാണ്. PV കുട്ടൻ, ഇത് ഒന്നല്ല, നിരവധി സമസ്തയുടെ ബഹുമാന്യരായ ഇസ്ലാമിക മതപണ്ഡിതർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്തെത്തുന്നത്. ഇതാ ഇപ്പോൾ ഈ OPM അഷ്റഫും അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, കോൺഗ്രസിനെതിരായ ശക്തമായ വികാരം ഈ വിഷയത്തിലുണ്ട് എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വായിച്ചെടുക്കുക. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, OPM അഷ്റഫ് പറഞ്ഞത്? കുട്ടൻ, അതുമായി ബന്ധപ്പെട്ട് UDFും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള സഖ്യം വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. പല തട്ടിലുള്ള ആൾക്കാർ, ആ സാമുദായിക നേതാക്കൾ, മതനേതാക്കൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ശക്തമായ നിശ്ചിതമായ വിമർശനങ്ങളുമായാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫാണ് രൂക്ഷമായ പരാമർശങ്ങളുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി എന്ന് തിരിച്ചറിയണമെന്നാണ് OPM അഷ്റഫ് പറഞ്ഞിരിക്കുന്നത്. മൗദൂദിയെ തള്ളാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മോശമാണെന്ന് പറഞ്ഞവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരങ്ങളിലേക്ക് വരികയാണ്. മതേതര ചേരിക്കകത്ത് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ അവരുടെ പരിശ്രമം. സ്ഥാപകനായ മൗദൂദിയൻ ആശയത്തെയും തള്ളാതെ ജമാഅത്തെ ഇസ്ലാമിയെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. മൗദൂദിയുടെ പുസ്തകങ്ങളാണ് ഇന്നും ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ അടുക്കളയിലൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം സമൂഹത്തിലാകെ കടത്തിവിടുകയാണ്. ഇത് സമൂഹത്തിന് വലിയ ആപത്താണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.